അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. കഴിഞ്ഞ ദിവസം ജമാലുദ്ദീൻ മൗലവി മങ്കട അവരുടെ ഒരു ഖുതുബ പ്രസംഗം കേൾക്കാനിടയായി. അവിചാരിതമായി യൂട്യൂബിൽ കണ്ടതാണ്. അദ്ദേഹം അതിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞു. പണ്ഡിതോചിതമായ ഒരു ഖുതുബ പ്രഭാഷണമായതുകൊണ്ട് അതിൽ ആളുകൾ ഏത് രൂപത്തിലാണ് കമൻ്റ് ചെയ്തിരിക്കുന്നതെന്ന് ശ്രദ്ധിച്ചു. അപ്പോൾ ഓരോരുത്തന്മാർ കയറിയിട്ടേ ഇഖ്വാൻ മൗലവി പിന്നെന്താ എന്നും പറഞ്ഞിട്ടുള്ള ഒരുപാട് വിമർശനങ്ങൾ കാണപ്പെട്ടപ്പോൾ ഞാൻ ആ വീഡിയോ ഒന്ന് വിസ്തരിച്ച് കണ്ടു. വർത്തമാനകാല ലോകത്തെ മുസ്ലിങ്ങൾ അവരെ വഴിതെറ്റിക്കുന്നതിൽ വഹാബിസം എത്രത്തോളം വിജയിച്ചിരിക്കുന്നു എന്നതാണ് ആ പ്രഭാഷണത്തിൽ മുഖ്യമായി അദ്ദേഹം പറയുന്നത്. അതായത് ചെറിയൊരു പഴയ കഥയിലേക്ക് നമ്മൾ മടങ്ങണം. പരിശുദ്ധ ഖുർആനിൽ തന്നെ ആ സംഭവം വിശദീകരിച്ചിട്ടുണ്ട്. അതായത് ഉഹദ് യുദ്ധത്തിൻ്റെ സന്ദർഭം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം 1000 പേരടങ്ങുന്ന ഒരു സംഘമാണ് ഉഹദ് യുദ്ധത്തിന് പുറപ്പെടുന്നത്. അങ്ങനെ പുറപ്പെടുന്ന സമയത്ത് അബ്ദുല്ലാഹിബിൻ ഉബയ്യ് എന്ന് പറയുന്ന മുനാഫിക്കുകളുടെ നേതാവിൻ്റെ നേതൃത്വത്തിൽ 300 പേര് അവിടെ നിന്ന് മടങ്ങിപ്പോവുകയാണ് പാതി വഴിക്കൽ വെച്ച്. അപ്പോൾ 1000-ൽ നിന്ന് 300 പേര് മടങ്ങുക എന്ന് പറഞ്ഞാൽ 30% പേര് പിന്തിരിഞ്ഞു. എന്നിട്ടോ അവർ കത്ത് കൊടുത്തേക്കുകയാണ്. ആർക്ക്? മദീനയിലുള്ള ജൂതന്മാർക്ക്. എന്താ കത്തിൽ പറയുന്നത്? നിങ്ങൾ ഇവിടെ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ബാക്കിയുള്ളവരും കൂടി നിങ്ങളോട് യുദ്ധം ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളോടൊപ്പം നിൽക്കും. നിങ്ങളെ മദീനയിൽ നിന്ന് പുറത്താക്കപ്പെടുകയാണെങ്കിൽ ഞങ്ങളും നിങ്ങളുടെ കൂടെ പോരും എന്ന് പറഞ്ഞ് ഒരു കത്ത് കൊടുത്തയച്ചു. ആര്? മുനാഫിക്കുകളുടെ നേതാവായ അബ്ദുല്ലാഹിബിൻ ഉബയ്യ് കൊടുത്തയച്ചു. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾക്കും അത് ബാധകമാണ്. ഇപ്പം ഇന്നത്തെ ഘട്ടത്തിൽ ആ ചരിത്രം നമ്മളൊരു പുനർവായന നടത്തണം. അതായത് ലോകത്തിലെ മുസ്ലിങ്ങളുടെ അടിസ്ഥാന ഗുണം എന്ന് പറയുന്നത് നീതിയുടെ പക്ഷത്ത് നിൽക്കുക എന്നതാണ്. എവിടെയെങ്കിലും അനീതി കണ്ടാൽ പ്രതികരിക്കാൻ കഴിയാത്ത ഒരു മനസ്സാണ് നമുക്കേവർക്കും ഉള്ളതെങ്കിൽ നമ്മൾ ചിന്തിക്കണം, നമുക്ക് ഇസ്ലാമിൽ എത്രമാത്രം ബന്ധമുണ്ട്, നമ്മുടെ വിശ്വാസത്തിന് എത്രമാത്രം ദുർബലത സംഭവിച്ചിട്ടുണ്ട് എന്ന് നാം ഓരോരുത്തരും അവരവരെക്കുറിച്ച് ചിന്തിക്കേണ്ട ഘട്ടം. പറഞ്ഞു വരുന്നത് ഫലസ്തീനിലെ ജനങ്ങൾ, യോദ്ധാക്കൾ, ഇവർ വർഷങ്ങളോളമായി ജൂത രാജ്യത്തിൻ്റെ അതിക്രമത്തിനിരയായി ആക്രമിക്കപ്പെട്ട് മർദ്ദിക്കപ്പെട്ട് കിടപ്പാടമില്ലാതെ പീഡനത്തിനിരയായി കഴിഞ്ഞുകൂടും. അങ്ങനെ കഴിഞ്ഞുകൂടുന്ന ഘട്ടത്തിൽ അവരെ കഴിയുന്ന രൂപത്തിൽ സഹായിക്കേണ്ട ബാധ്യത
ഓരോ മുസൽമാനും ഉണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിലെ മുനാഫിക്കീങ്ങൾ ജൂതന്മാർക്ക് വാഗ്ദാനം നൽകിയത് പോലെയുള്ള ഒരു വാഗ്ദാനം ഇന്നത്തെ സലഫികൾ എന്ന് അവകാശപ്പെടുന്ന വഹാബി ചിന്താഗതിയുള്ള മുസ്ലിം രാജ്യങ്ങൾ മനസ്സിലാക്കണം. ഈ മുസ്ലിം രാജ്യങ്ങളെന്ന് നാം വിശ്വസിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മെ വിശ്വസിപ്പിക്കുന്ന വഹാബി രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ഖാദിമുൽ ഹറമൈനി വ ഷരീഫൈൻ എന്നൊക്കെ അഭിമാനം കൊള്ളുന്ന സൗദി, അവരുടെ നേതൃത്വത്തിൽ ജൂതന്മാരുമായി ഒരു കരാറുണ്ടാക്കുകയാണ്. എന്ത്? അബ്രഹാമിക് അക്കോർഡ്. ഇവിടെ മുസ്ലിങ്ങളെ അല്ലെങ്കിൽ ഫലസ്തീനുള്ളവരെ നിങ്ങൾ എങ്ങനെയെങ്കിലും പുറത്താക്കിക്കോ, ഞങ്ങളെല്ലാ സപ്പോർട്ടും ചെയ്യും. പക്ഷേ ആരും നിങ്ങളെ എതിർക്കാൻ വരൂല. ആരെങ്കിലും വരുവാണെങ്കിൽ അവരെ ഞങ്ങൾ ഷിയാക്കളാണെന്ന് മുദ്ര കുത്തിക്കൊണ്ട് ഞങ്ങൾ എന്തു ചെയ്യും? തടയും എന്ന് വാഗ്ദാനം കൊടുക്കുന്നതിന് മുൻപന്തിയിൽ നിന്ന രാജ്യത്തിൻ്റെ പേര് സൗദി അറേബ്യ എന്ന് പറയുന്ന വഹാബി രാജ്യമാണ്. ഇസ്ലാമിൻ്റെ കാര്യത്തിൽ, മുസൽമാൻ്റെ കാര്യത്തിൽ ഇവരാണ് ലോകത്തിന് നേതൃത്വം വഹിക്കുന്നത് എന്നാണ് വെപ്പ്. നമ്മൾ ചിന്തിക്കണം. ഇനി ആരെങ്കിലും അവരെ സഹായിക്കാൻ തയ്യാറായാലോ അവർ ഷിയാക്കളാണ്. നമുക്കറിയാം മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഷീഈസം വലിയ തോതിൽ വിമർശിക്കപ്പെടുന്നതാണ്, അംഗീകരിക്കാൻ പറ്റാത്തതാണ് എന്നൊക്കെ. എന്നാൽ ചോദിക്കപ്പെട്ട ഒരു മർദ്ദിതനെ സംബന്ധിച്ചിടത്തോളം അവനെ ആരാണോ സഹായിക്കുന്നത് ആ സഹായം സ്വീകരിക്കുക എന്നത് സാധാരണ ലോകത്ത് നടപ്പുള്ള കാര്യമാണ്. ഇപ്പോൾ ഫലസ്തീനെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഹൂത്തികൾ എന്ന് പറയുന്ന വിഭാഗം, അവർ ഷിയാക്കളാണത്രേ. ഇറാൻ എന്ന് പറയുന്ന രാജ്യം, അവർ ഷിയാക്കളാണത്രേ. ഹിസ്ബുള്ള എന്ന് പറയുന്ന സൈന്യം, അവർ ഷിയാക്കളാണത്രേ. അപ്പം ഇവരെ നശിപ്പിക്കാനായി ഈ പറയുന്ന ജൂത സൈന്യവും അവരുടെ ശിങ്കിടികളും മുന്നിട്ട് വരുമ്പോൾ രഹസ്യമായി അവർക്കുള്ള എല്ലാ സഹായങ്ങളും ഒത്താശകളും ചെയ്തു കൊടുക്കുക എന്നതാണ് വഹാബികളുടെ രീതി. കേരളത്തിലെ മുസ്ലിം പള്ളികളിൽ, പ്രത്യേകിച്ച് ഈ ഫലസ്തീൻ രാജ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ അവിടെയുള്ള രക്തസാക്ഷികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ പ്രാർത്ഥിക്കുന്നത് പോലും തെറ്റാണ് എന്ന് പറയുന്ന ഒരു വിഭാഗമാണ് വഹാബികൾ എന്ന പേരിൽ നമ്മുടെ മുന്നിൽ സലഫികൾ എന്ന പേരിൽ വേഷം കെട്ടുന്ന ഇവർക്ക് ഇതിനിടയിലെല്ലാം തന്നെ ചർച്ച ചെയ്യാനുള്ള വിഷയം, അവിടെ സുന്നികൾ നാസിലത്തിൻ്റെ കുനൂത്ത് ഓതുന്നു, അല്ലെങ്കിൽ സ്വബഹിക്ക് കുനൂത്ത് ഓതുന്നു, അത് വ്യഭിചാരത്തേക്കാൾ വലിയ തെറ്റാണോ അല്ലെങ്കിൽ വ്യഭിചാരമാണോ വലിയ തെറ്റ് എന്നതാണ് അവരുടെ വിഷയം. തീർന്നോ? ഇല്ല, തീരുന്നില്ല. ഒരു മുസൽമാൻ്റെ പ്രാർത്ഥന എന്തായിരിക്കണം? അല്ലാഹുമ്മ അഹീന ഹയാത്തൽ ഉലമാ, പടച്ചവനെ ഞങ്ങളെ പണ്ഡിതന്മാരായിട്ട് ജീവിപ്പിക്കണം. അമിഥിന മൗത ശുഹദാ, ഞങ്ങളെ ശുഹദാക്കന്മാരായി മരിപ്പിക്കണം എന്ന് ഓരോ മുസ്ലിമും പ്രാർത്ഥിക്കാറുണ്ട്. ഈ സൗദി എന്ന് പറയുന്ന വഹാബി രാജ്യം നിലവിൽ വന്നതിന് ശേഷവും അതിൻ്റെ മുമ്പുള്ള ഹിജാസും നമ്മളൊന്ന് വിലയിരുത്തണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വഫാത്തിന് ശേഷം ഉമറുൽ ഖത്താബ്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ, അലി റളിയല്ലാഹു അൻഹു തുടങ്ങിയ ഒരുപാട് പേര് ഭരിച്ച രാജ്യമാണ് ഈ സൗദി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പഴയ ഹിജാസ് എന്ന് പറയുന്നത്.
അവരെല്ലാം തന്നെ ഷഹീദായി മരണപ്പെടാൻ ആഗ്രഹിച്ചു. അങ്ങനെ അവർ ഷഹീദായി മരിക്കുകയും ചെയ്തു. എന്നാൽ ഈ സൗദി വന്ന ശേഷം ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാഷയിൽ ഒട്ടകം ചാകുന്നത് പോലെ ചാവുകയല്ലാതെ ഏതെങ്കിലും വഹാബി ഭരണാധികാരി ചത്തുപോയിട്ടല്ലാതെ ഷഹീദായി മരിച്ചിട്ടുണ്ടോ എന്ന് നാം ആലോചിക്കണം. വിശദമായി പറയേണ്ട വീഡിയോ ആണ്. സമയദൈർഘ്യം ഭയന്ന് ഇവിടെ നിർത്തുന്നു. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ പ്രതീക്ഷിക്കാം. വാഹിർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അങ്ങനെ പുറപ്പെടുന്ന സമയത്ത്